ബെവ്കോയുടെ പ്രീമിയം കൗണ്ടറുകളിൽ ഇനി ഡിജിറ്റൽ പണമിടപാട് മാത്രം. ഫെബ്രുവരി 15 മുതൽ പൂർണ്ണമായും ഡിജിറ്റലാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മദ്യവിതരണത്തിനുള്ള സമയം ലാഭിക്കുകയാണ് ലക്ഷ്യം. എന്നാൽ പദ്ധതി എതിർത്ത് ജീവനക്കാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 70% നേരിട്ടാണ് പണം ലഭിക്കുന്നത്. പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് മാറുമ്പോൾ ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിൽ പ്രശ്നത്തിന് കാരണമാകുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. സുനിഷ ഇലൂരാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സുനിഷ, ഡിജിറ്റൽ പണമിടപാടിന്റെ കാലമാണ്. QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പണം അടയ്ക്കുകയാണ് എല്ലായിടത്തും. ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ ഒരു ചെറിയ കടയിൽ പോയാലും അത് തന്നെയാണ് ചെയ്യുന്നത്. ബെവ്കോയിൽ അത്തരം രീതിയാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അടുത്ത മാസം മുതൽ. പക്ഷേ എന്താണ് ഇപ്പോൾ പ്രശ്നം? വിനിത, അത് തന്നെയാണ്. അതായത് ഫെബ്രുവരി 15 മുതൽ പൂർണ്ണമായും ഡിജിറ്റലൈസേഷനിലേക്ക് ഡിജിറ്റൽ പണമിടപാട് മാത്രം മതി എന്നുള്ളതാണ് ബെവ്കോ MD ഇപ്പോൾ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് 70% ഈ നേരിട്ടുള്ള പണമിടപാടാണ് ഇതുവരെയും നടന്നിട്ടുള്ളത്. പക്ഷേ ഒരു 2 ആഴ്ചക്കുള്ളിൽ പെട്ടെന്ന് ഇനി ഒരു QR കോഡ് സംവിധാനത്തിലൂടെ മാത്രം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണമിടപാടുകൾ നടത്താൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചില ബുദ്ധിമുട്ടുകൾ നേരിടുമെന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. ഇപ്പോൾ മദ്യപിച്ചെത്തുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ പണം QR കോഡിൽ ഒരു പക്ഷേ സ്കാൻ ചെയ്ത് റെഡി ആയില്ലെങ്കിൽ പോലും അത് വലിയ തർക്കത്തിലേക്കൊക്കെ കാരണമാകും. ഇപ്പോൾ തുണിസഞ്ചി അടക്കം വന്നതിന് പിന്നാലെ തന്നെ വലിയ തർക്കം ജീവനക്കാരും ഈ ഉപഭോക്താക്കളും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ജീവനക്കാർ പറയുന്നത് പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് മാറ്റാതെ ഡിജിറ്റൽ സംവിധാനം കൂടി ഒരു വശത്ത് വെച്ച് ക്യാഷ് പേയ്മെന്റ് കൂടി നടത്തുന്ന രീതിയിലേക്ക് സംവിധാനം കൊണ്ടുവരിക. പതിയെ പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ പോരെ എന്നുള്ളതാണ് ഇപ്പോൾ ജീവനക്കാർ ചോദിക്കുന്നത്. ഏതായാലും ഫെബ്രുവരി 15 മുതൽ ഇത് നടപ്പാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 15 മുതൽ ഇത്തരത്തിൽ പ്രീമിയം ഔട്ട്ലെറ്റുകളിലേക്ക് എത്തുന്നവർക്ക് ഏതായാലും ക്യാഷ് കൊടുത്ത് മദ്യം വാങ്ങാൻ കഴിയില്ല. സ്വാഭാവികമായും QR കോഡ്, ATM കാർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ മാർഗം വഴിയായിരിക്കും ഇനി ഈ മദ്യം വാങ്ങേണ്ടത്. ഏതായാലും ജീവനക്കാരുടെ ഒരു പരാതിയൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ അതിലൊരു മാറ്റം വരുമോ, പൂർണ്ണമായും മാറ്റാതെ ക്യാഷ് പേയ്മെന്റ് കൂടി ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. വിനീത, ശരി, തീർച്ചയായും സുനിഷ ഇലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.